ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, ചെറുകിട നാമമാത്ര കൃഷിക്കാർക്ക് പട്ടയം നൽകുന്ന കാര്യത്തിൽ ചരിത്രപരമായ നേട്ടം ഈ ഗവൺമെൻറ് കുറിച്ചിട്ടുണ്ട്. 1,80,000-ത്തിലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ പട്ടയം നൽകിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ 75 വർഷമായി പട്ടയം കിട്ടാതിരുന്ന ഏഞ്ചൽ വാലിയിലെയും പമ്പ വാലിയിലെയും 2000-ത്തോളം ആളുകൾക്ക് പട്ടയം നൽകി കഴിഞ്ഞു. അതോടൊപ്പം ഹിൽമൻ സെറ്റിൽമെൻറ്റ് കോരൂത്തോട്, എരുമേലി, തെക്ക്, വടക്ക് വില്ലേജുകളിലായി 10,000-ത്തോളം അടുത്ത ആളുകൾക്ക് പട്ടയം നൽകാനുള്ള നടപടിക്രമങ്ങൾ സ്പെഷ്യൽ ഓഫീസ് സ്ഥാപിച്ച് നടന്നു വരികയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി നൽകുന്ന വളരെ ശക്തമായ കാര്യക്ഷമമായ നേതൃത്വത്തിന് അദ്ദേഹത്തെയും വകുപ്പിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ. എന്നാൽ കുറേ ആളുകൾക്ക് പട്ടയം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു തടസ്സം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഈ സബ്മിഷനുമായി. സാർ, ഈ മറ്റുള്ള ആളുകൾ വല്ലാതെ സംസാരിക്കുന്നത്. സാർ പ്ലീസ് സഭയൊന്ന് ഓർഡറിലാക്കണം, എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. സാർ, ഞാൻ പറഞ്ഞു വന്ന് കുറേയേറെ ആളുകൾക്ക് പട്ടയം കിട്ടുന്നതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സം വന്നിരിക്കുന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് സാർ. അതായത് പൊതുമരാമത്ത് വകുപ്പ് 30/9/2009 20,541/C3/2009 എന്നൊരു സർക്കുലർ പുറപ്പെടുവിക്കുന്നു. അതേ തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഒരു ഉത്തരവ് 30/8/2021 LR 1670/2021 എന്ന പേരിൽ ഇറങ്ങുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ കോട്ടയം ജില്ലാ കളക്ടർ എല്ലാ തഹസിൽദാർമാർക്കും ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. വിഷയം ഭൂമി പതിവ് പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകളുടെ അരികിൽ വരുന്ന പുറമ്പോക്ക് സ്ഥലങ്ങൾ പതിച്ചു നൽകുന്നത് സംബന്ധിച്ച് സൂചന ശ്രദ്ധിക്കുക. പൊതുമരാമത്ത് വകുപ്പ് വക നിരത്തുകളുടെ അരികിൽ വരുന്ന പുറമ്പോക്ക് സ്ഥലങ്ങൾ പതിച്ചു നൽകുന്നത് സംബന്ധിച്ച് സ്പഷ്ടീകരണം തേടിയതിൽ ഇത്തരം അപേക്ഷകളിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്ന കേസുകളിൽ മാത്രം നടപടി സ്വീകരിച്ചാൽ മതിയെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും സൂചന പ്രകാരം നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നിരാക്ഷേപ പത്രം ലഭിക്കാത്ത കേസുകളിൽ അപേക്ഷാഭൂമി അംഗീകൃത പതിവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് പതിവ് റെക്കോർഡുകൾ, പ്രപ്പോസലുകൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കേണ്ടതില്ല എന്നറിയിക്കുന്നു. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ അതിർത്തിയിൽ ഭൂമിയുള്ള ഒരു മിനിറ്റ് കൂടെയാണ് സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അവസാനിച്ചു. ഇത് കുറേയേറെ ആളുകളുടെ ജീവൽ പ്രശ്നമാണ് സാർ. അതുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് സ്ഥലങ്ങളുടെ റോഡുകളുടെ അതിർത്തിയിൽ വരുന്ന ഒരാൾക്കും പട്ടയം നൽകുന്നില്ലാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് പട്ടയം ലഭിക്കുന്നതിന് വലിയ തടസ്സമായിരിക്കുകയാണ് സാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ് ജോസഫ് എന്നൊരാൾ എനിക്കൊരു നിവേദനം തന്നു. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പകുതി ഭാഗത്തിന് പട്ടയം കിട്ടി. ആകെ 15 സെന്റ് സ്ഥലമേ ഉള്ളൂ. വിഷയമാണ്. തീർന്നു. ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യമുള്ളൂ. അല്ല, തീർന്നു സാർ. ഇത് ഗവൺമെന്റ് ഒരു ഉത്തരവ് ശ്രദ്ധയിൽപ്പെടുത്താനാണ്. മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട് 30/2025 എന്ന ഒരു സർക്കുലർ, അതൊരു നല്ല കാര്യത്തിനാണ്. റവന്യൂ വില്ലേജുകളായി കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മലയോര പട്ടയത്തിന്റെ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുമോ എന്നൊരു ആശങ്ക. കാരണം ആദിവാസികൾ പട്ടയം കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പിന്റെ 2009 സർക്കുലർ ചെറുകിട നാമമാത്ര കർഷകർക്ക്, കൈവശക്കാർക്ക് പട്ടയം ലഭിക്കുന്നതിനൊരു തടസ്സമായിട്ട് വരുന്നുണ്ട്. പൊതുമരാമത്തിൽ നിന്ന് എത്ര അകലെയുള്ള ഭൂമിയാണ് പതിവിന് വിധേയമാകുന്നത്, വിധേയമല്ലാത്തത് എന്നത് സംബന്ധിച്ച് ഭൂമി പതിച്ചു നൽകുന്ന 964 കേരള ഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിലും 95 മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകുന്നത് സംബന്ധിച്ച ചട്ടങ്ങളിൽ നിഷ്കർഷിച്ചിട്ടില്ലാത്തതാണ്. സാർ, ഓരോ റോഡിനും സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ, മറ്റ് പ്രധാനമായിട്ടുള്ള റോഡുകൾ, നോട്ടിഫൈഡ് റോഡുകൾ, ഇതൊക്കെ എത്ര വീതിയാണ് ആവശ്യമുള്ളതെന്നും ഇതിൻ്റെ വികസനത്തിന് ശുപാർശകൾ നിലവിലുണ്ടോ എന്നും പ്രസ്തുത റോഡ് വികസനത്തിനോട് ചേർന്ന് വരുന്ന പുറമ്പോക്ക് ഭൂമികൾ ആവശ്യമായി വരുമോ എന്നത് സംബന്ധിച്ചും പൊതുമരാമത്തിൻ്റെ വകുപ്പിൽ മാത്രമേ ആധികാരികമായി പറയാൻ സാധിക്കൂ. സാർ, 2009 സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും റോഡ് പുറമ്പോക്കും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളും പതിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയോ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാധാരണ നിലയിൽ റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളുടെ ഒരു സംയുക്ത യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ പ്രായോഗികവും യുക്തിസഹവുമായിട്ടുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് നടപടി സ്വീകരിക്കും. 30/2025 മറ്റൊരു വിഷയമാണ്. ഞാൻ ഈ സഭയിൽ നേരത്തെ അത് വ്യക്തമാക്കിയതാണ്. അത് ROR ലഭ്യമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭൂമിയിൽ ടാക്സ് അടയ്ക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം മാറ്റാനായി ഒരു ചരിത്രപരമായിട്ടുള്ള നിലപാട്
വന ഗ്രാമങ്ങളിൽ നിന്ന് റവന്യൂ ഗ്രാമങ്ങളിലേക്ക് മാറുകയാണ്. അത് മറ്റൊന്നിനെയും ബാധിക്കുന്നതല്ല സർ.